ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴമാണിത്. ഇത് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 2 മിനിറ്റ് മതി, പെട്ടെന്ന് സ്റ്റീമായി കിട്ടും. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സ്റ്റീമായി കിട്ടും. ഇപ്പോൾ ഇത് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണിയാനായി മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായി ചൂടായ ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പ്ലേറ്റിലേക്ക് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇലയിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒരു ബോൾസാക്കി എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി എല്ലാ സൈഡും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. എല്ലാ സൈഡും കറക്റ്റായിട്ട് ആക്കി വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. മുഴുവനായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മധുരം താല്പര്യമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് മുഴുവനായിട്ടും എല്ലാ സൈഡിലും നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇലയിലേക്ക് കുറച്ച് മാവ് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് അതുമായിട്ട് കോട്ട് ചെയ്ത് വരും. ഇതാ ഇപ്പോൾ കറക്റ്റായിട്ടത് അതിൻ്റെ മുകളിലേക്ക് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജോയിൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് ഫിനിഷാക്കി വെക്കാം. ഇത് ക്ലിയറായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിൻ്റെ മുകളിൽ ഇല ഇങ്ങനെ അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീമായി വരുന്ന സമയത്ത് നല്ല ഇലയുടെ സ്മെല്ല് കിട്ടും. ഇത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാ ഭാഗവും ഇല വെച്ച് കൊടുത്തു. ഇനി ഇത് ചൂടായ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് 15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ 15 മിനിറ്റ് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇലയൊക്കെ നന്നായി വാടി കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് തണിഞ്ഞു വന്നതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്